Hello dear students, welcome to Mathroot. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് ആണ്. റിയൽ അനാലിസിസ് 1ന്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ കോഴ്സിന്റെ കോഡ് വരുന്നത് MAT4CJ203 ആണ്. നമ്മുടെ ഒരു മേജർ കോഴ്സ് ആണ് ഈ കോഴ്സ്. 4th സെമസ്റ്ററിലാണ് ഈ കോഴ്സ് വരുന്നത്. അതേപോലെ ഈ കോഴ്സിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അതേപോലെ നമുക്ക് പ്രാക്ടിക്കം ഉണ്ടായിരിക്കും ഈ കോഴ്സിന്. നമുക്ക് ഈ കോഴ്സിന് മുമ്പേ പരിചയപ്പെടേണ്ട കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ലോജിക് ആൻഡ് നെസസറി എക്സ്പോഷർ ടു സെറ്റ് തിയറി, അതായത് സെറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ബേസിക് കാൽക്കുലസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ഈ കോഴ്സിന്റെ സമ്മറി എന്താണെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസിൽ വരുന്നത് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ് ആണ്. റോബർട്ട് ജി ബാർട്ടലിന്റെ ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫസ്റ്റ് മൊഡ്യൂള് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് മൊഡ്യൂളിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് സിലബസ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ 3rd സെമസ്റ്ററിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4th സെമസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 5th സെമസ്റ്റർ എന്ന് പറയുന്നത് പ്രാക്ടിക്കമാണ്. അതിന്റെ സിലബസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ലിസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോം എം അപ്പോസ്റ്റോളിന്റെ കാൽക്കുലസ് 1 എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതേപോലെ മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ബുക്ക് റെഫർ ചെയ്യാം. അതേപോലെ മറ്റ് 2 ബുക്കിന്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സിലബസ് വരുന്നത്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഡെഫിനിഷൻ ആണ്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളുടെ ഒരു കൂട്ടം. ഓക്കെ, ഇനി അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ ഒരു സെറ്റ് എഴുതി. സെറ്റിന്റെ പേര് എ എന്നാണ്. A = 1 2 3 4. നമ്മൾ സെറ്റ് എഴുതുമ്പോൾ എപ്പോഴും സെറ്റിനെ ഈ 2 ബ്രാക്കറ്റിന് അകത്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് സെറ്റിലെ എലമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യും? കോമട്ട് എഴുതും. ഓക്കെ, സെറ്റിന് ഒരു പേര് കൊടുക്കാം നമുക്ക്, A. നോക്കൂ, ഈ സെറ്റിൽ ഇപ്പോൾ 1 2 3 4 എന്നുള്ള 4 എലമെന്റ്സ് ആണുള്ളത്. സെറ്റിനകത്തുള്ള ആൾക്കാരെ നമ്മൾ എലമെന്റ്സ് എന്നാ പറയാം. നമ്മൾ ഇങ്ങനെ സെറ്റിനകത്തുള്ള ആൾക്കാരെ കോമ വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ പറയാം റോസ്റ്റർ ഫോം എന്നാ പറയാം. ഓക്കെ, റോസ്റ്റർ ഫോം. അപ്പൊ സെറ്റിന്റെ ഒരു റോസ്റ്റർ ഫോമാണ് എക്സാമ്പിൾ ആണിത്. ഇനി ഇതേപോലെ ഇതേ സെറ്റിന് ഞാൻ മറ്റൊരു രീതിയിൽ പറയാണ്. Set B = set of all x such that x is a natural number less than 5. ഈ സെറ്റ് ബിയിലുള്ള ആൾക്കാർ ആരാണ്? സെറ്റ് ബിയിലുള്ളത് എക്സുകളാണ്. ഇനി ആ എക്സുകളുടെ പ്രത്യേകത എന്താണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എന്തിനേക്കാൾ താഴെ? ലെസ് ദാൻ 5. 5ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. 5ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5. അത് തന്നെയാണ് ഈ സെറ്റ്. അപ്പൊ നോക്കൂ, ഈ സെറ്റിന്റെ മറ്റൊരു രീതിയിലുള്ള എക്സ്പ്രഷൻ ആണിത്. നമ്മളിങ്ങനെ ഒരു സെറ്റിന്റെ പ്രത്യേകത നമ്മൾ ബ്രാക്കറ്റിനകത്താക്കി എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സെറ്റ് ബിൽഡർ ഫോമിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ നമുക്ക് സെറ്റിനെ 2 രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. സെറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്. If an element x is in a set A, we write x belongs to A. നമ്മുടെ കയ്യിൽ A എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണ് x എങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? x belongs to A. ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് സേ ദാറ്റ് x is a member of A. നമ്മൾ ഇതിന്റെ മീനിങ് എന്താണ്? x എന്നുള്ളത് A എന്നുള്ള സെറ്റിൽ ഒരു മെമ്പർ ആണ്, ഒരു എലമെന്റ് ആണ്. or that x belongs to A, അല്ലെങ്കിൽ നമ്മൾ x belongs to A എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇഫ് x is not in A എന്ന് പറയുമ്പോൾ x A യിൽ ഇല്ല എങ്കിൽ we write x not belongs to A. നമ്മൾ x എന്നുള്ള എലമെന്റ് A എന്നുള്ള സെറ്റിൽ ഇല്ല എങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്.
ഇഫ് എവറി എലമെന്റ് ഓഫ് എ സെറ്റ് എ ഓൾസോ ബിലോങ്സ് ടു എ സെറ്റ് ബി. നമ്മൾ എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്, അതേപോലെ ബിയിലുള്ള ബി എന്നുള്ള സെറ്റിലുണ്ട്. ഓക്കെ, വി സേ ദാറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ആൻഡ് റൈറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ഓർ ബി സൂപ്പർ സെറ്റ് ഓഫ് എ. നോക്കൂ, നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും. നമ്മളെ കയ്യിലുള്ള ഒരു എലമെന്റ്, ഒരു എക്സ് എന്നുള്ള എലമെന്റ് എവിടെ ഉണ്ട്, എയിലുണ്ട് എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു എ ആണ്. ഓക്കെ, ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള എക്സ് എവിടെയുണ്ട്, ബി എന്നുള്ള സെറ്റിലുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് എന്നുള്ള ഒരു എലമെന്റ് എയിലുണ്ട്, അങ്ങനെയാണെങ്കിൽ എക്സ് എവിടെയുണ്ട്, ബിയിലുണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് ഒക്കെ എവിടെ ഉണ്ട്, ബിയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, എ എന്നുള്ളത് ബിയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, നമുക്കതിനെ വേണമെങ്കിൽ തിരിച്ചു എഴുതാം, ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ എന്നാണ് നമ്മൾ അതിനെ പറയാം, അതിനെ വായിക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്, നമ്മൾ എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അത് എവിടെ ഉണ്ട്, ബിയിലുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, വി സേ ദാറ്റ് എ സെറ്റ് എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി. നമ്മൾ എ എന്നുള്ള സെറ്റിന്റെ ബിന്റെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ഒന്നെങ്കിൽ എ ബിന്റെ സബ്സെറ്റ് ആവണം, ബട്ട് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഓഫ് ബി ദാറ്റ് ഈസ് നോട്ട് ഇൻ എ. എയിലില്ലാത്ത ഒരു എലമെന്റ് അധികം എവിടെ വേണം, ബിയിൽ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എനെ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലില്ലാത്ത ഒരു എലമെന്റ് അധികം എവിടെ വേണം, ബിയിൽ എക്സ്ട്രാ വേണം. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു എലമെന്റ് എങ്കിലും എക്സ്ട്രാ ബിയിൽ വേണം. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, ഇൻ ദിസ് കേസ് വി സംടൈംസ് റൈറ്റ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ നമ്മൾ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക ഈ രൂപത്തിലാണ്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എന്ത് ചെയ്തു, എ എന്നുള്ള സെറ്റായിട്ട് സെറ്റ് 1 2 എടുത്തു. ഓക്കെ, നോക്കൂ, ബിനെ ഞാൻ എന്ത് ചെയ്തു, സെറ്റ് 1 2 3 എടുത്തു. നോക്കൂ, എയിലുള്ള 1 ബിയിലുണ്ട്, എയിലുള്ള 2 ബിയിലുണ്ട്. ഇനി എയിലില്ലാത്ത ഒരു എലമെന്റ് അധികം ബിയിലുണ്ട്, ഏതാണ്, 3 എന്നുള്ള എലമെന്റ് ബിയിൽ അധികമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ ബിന്റെ സബ്സെറ്റ് ആണ്. കാരണം എന്താണ്, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, എ ബിയുടെ സബ്സെറ്റ് ആണ്. അതേപോലെ ബിയിൽ ഒരു എലമെന്റ് അധികമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എന്താണ്, ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഈക്വൽ ആൻഡ് വി റൈറ്റ് എ ഈക്വൽ ടു ബി. നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട്, എ ബി. ഈ രണ്ട് സെറ്റിനെ ഈക്വൽ സെറ്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്, എ ഈക്വൽ ടു ബി എന്നാണ് എഴുതുക. കണ്ടീഷൻ എന്താണ്, ഇഫ് ദേ കണ്ടെയ്ൻ ദ സെയിം എലമെന്റ്സ്. രണ്ട് സെറ്റിലുള്ള എലമെന്റ്സ് എന്തായിരിക്കണം, സെയിം എലമെന്റ്സ് ആയിരിക്കണം. ഇപ്പൊ എയില് 1 2 3 ഉണ്ടെങ്കിൽ ബിയിലും 1 2 3 മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എയിലും ബിയിലും ഉള്ള എലമെന്റ്സ് സെയിം ആണെങ്കിൽ ആ രണ്ട് സെറ്റ് എനെ ബിനെ നമ്മൾ എന്ത് പറയും, ഈക്വൽ സെറ്റ്സ് എന്ന് പറയും. ഓക്കെ, thus to prove that the sets A and B are equal, നമുക്ക് രണ്ട് സെറ്റ് എയും ബിയും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, we must show that A is a subset of B and B is a subset of A. നമ്മുടെ കയ്യിൽ എയും ബിയും രണ്ട് സെറ്റ് ഉണ്ട്, ആ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, എ ബിന്റെ സബ്സെറ്റ് ആണ്, ബി എന്റെ സബ്സെറ്റ് ആണ്, ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനും കൂടെ നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ n എന്നാണ് പറയാ. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കാം, നമ്മളെ എണ്ണൽ സംഖ്യകൾ, അതിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ആരൊക്കെയാണ്, 1 2 3 പോലത്തെ നമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എണ്ണിയാൽ തീരില്ല, ഇൻഫിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡോട്ട് ഇട്ട് പോവാം. ഓക്കെ, അതുപോലെ അടുത്ത എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. നമുക്കറിയാം ഇൻഡിജേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ സെറ്റ് എന്നാണ്. എലമെന്റ്സ് ഏതൊക്കെയാണ്, 0 ഉണ്ടാവും, 1 ഉണ്ടാവും, -1 2 -2. അപ്പോൾ പോസിറ്റീവ് എലമെന്റ്സും നെഗറ്റീവ് എലമെന്റ്സും സീറോയും കൂടി ചേർന്നതാണ് എന്ത്, ഇൻഡിജേഴ്സ്. നോക്കൂ, ദി സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് എഴുതുക, Q എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക.
ഇതിൽ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? റാഷണൽ നമ്പേഴ്സ് m/n ഫോമിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് 1/2, 3/7, -6/8 ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയും. അതായത് മേലെ ഒരു നമ്പർ ഉണ്ടാവും, താഴെ ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ഈ മേലെ താഴെയുള്ള നമ്പേഴ്സ് എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ m/n രൂപത്തിലുള്ള നമ്പേഴ്സ് ആണ് ആര്? റാഷണൽ നമ്പേഴ്സ്. എമ്മും എന്നും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. അതേപോലെ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമ്പർ ഡിഫൈൻഡ് അല്ല. നമ്മൾ അതിനെ ഡിഫൈൻഡ് അല്ല എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആയിട്ട് 3/0 ഈ നമ്പർ ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാത്ത ഈ രൂപത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമ്മൾ അതിനെ R എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സും ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സും അതേപോലെ റാഷണൽ അല്ലാത്ത നമ്പറിന് നമ്മൾ ഇറാഷണൽ നമ്പർ എന്നാ പറയാം. ഇറാഷണൽ നമ്പറിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. √2, √3 ഒക്കെ പോലത്തെ നമ്പേഴ്സ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നാ പറയാം. ഓക്കെ, അതായത് റൂട്ടിനകത്ത് ഒരു പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നാ പറയാം. ഇങ്ങനെ എല്ലാ നമ്പേഴ്സും കൂടെ കൂടി ചേർന്ന നമ്പേഴ്സിന്റെ സെറ്റിനാണ് നമ്മൾ എന്ത് പറയാം? റിയൽ നമ്പേഴ്സ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തും പറയാം. റിയൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ, നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിന്റെ മേലെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതെല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ്. നമ്മൾ സെറ്റ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, സെറ്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമുക്ക് സെറ്റ്സിന് ഇടയിലുള്ള ഓപ്പറേഷൻസ്, അതായത് സെറ്റ്സുകൾ തമ്മിൽ ഓപ്പറേഷൻസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. സെറ്റ്സുകൾ തമ്മിലുള്ള ഫസ്റ്റ് ഓപ്പറേഷൻ ആണ് യൂണിയൻ. ഓക്കെ, the union of sets A and B is the set A union B equal to set of all x such that x belongs to A or x belongs to B. ഓക്കെ, അപ്പോൾ A യൂണിയൻ B എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? A യൂണിയൻ B എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെന്റ്സിനെയും ബിയിലുള്ള എലമെന്റ്സിനെയും ഒരുമിച്ച് എഴുതാം. അതാണ് A യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ നോക്കൂ, നമ്മുടെ കയ്യിൽ A ഈക്വൽ ടു 1, 2, 3 എന്നുള്ള സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, A ഈക്വൽ ടു 1, 2, 3 ആണ്. ഓക്കെ, ഇനി B ഈക്വൽ ടു 2, 3, 4 ആണെന്ന് അസ്യൂം ചെയ്യാം. നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ A യൂണിയൻ B എന്തായിരിക്കും? നോക്കൂ, സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും നമ്മൾ ഒരുമിച്ച് എഴുതാം. അതാണ് A യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ്. അപ്പോൾ നോക്കൂ, നമ്മൾ 1, 2, 3 എഴുതാം. നോക്കൂ, 1, 2, 3 എഴുതി. പിന്നെ 2, 3, 4 എഴുതാം. ഓക്കെ, പിന്നെ 2, 3, 4 എഴുതാം. നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ 2, 3 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ 2, 3 എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 4 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 4. അപ്പോൾ 1, 2, 3, 4 ആണ് A യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ അടുത്ത ഡെഫിനിഷൻ. The intersection of the set A and B is the set A intersection B equal to set of all x such that x belongs to A and x belongs to B. രണ്ട് സെറ്റ് എൻ്റെയും ബിൻ്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനാണ് നമ്മൾ എന്ത് പറയാം? സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയാം. അപ്പോൾ പൊതുവായിട്ടുള്ള എലമെന്റ്സ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ എയും ബിയും ഈ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ A ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നോക്കൂ, A എന്നുള്ള സെറ്റിലും ബി എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ നോക്കാം. നോക്കുക, ഇവിടെ 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 2, 3 ഇവിടെ ഉണ്ട്. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ഉള്ളു. ആരൊക്കെയാണ്? 2ഉം 3ഉം. 2, 3 ഇവിടെ ഉണ്ട്, 2, 3 ഇവിടെ ഉണ്ട്. അപ്പൊ A ഇന്റർസെക്ഷൻ ബിയിൽ വരിക 2, 3 എന്നുള്ള എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ദ കോംപ്ലിമെന്റ് ഓഫ് ബി റിലേറ്റീവ് ടു എ ഈസ് ദ സെറ്റ്. അതായത് നമ്മൾ എനെ ബന്ധപ്പെടുത്തി ബിന്റെ കോംപ്ലിമെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എഴുതാം A ബാർ ബി അല്ലെങ്കിൽ A മൈനസ് ബി എന്നാണ് നമ്മൾ എഴുതുക. നമുക്ക് A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അതായത് എയിലുള്ള ബിയിലില്ലാത്ത എലമെന്റ്സ്, എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സിന് നമ്മൾ എന്ത് പറയാം? കോംപ്ലിമെന്റ് ഓഫ് ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മൾ A കോംപ്ലിമെന്റ് ബി നമുക്ക് എങ്ങനെ എഴുതാം? A കോംപ്ലിമെന്റ് ബി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എയിലുള്ള എലമെന്റ്സ് എടുക്കുക, ആ എലമെന്റ്സ്
ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നോക്കൂ 1 എന്ന് എടുത്തു, ആ 1 ബിയിലില്ല. ഓക്കെ, എയിലുള്ള ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് നമുക്ക് എ കോംപ്ലിമെന്റ് ബിയിൽ എഴുതാം. അപ്പോൾ 1 എയിലുണ്ട് ബിയിലില്ല, അപ്പോൾ 1 നമുക്ക് എഴുതാം. നോക്കൂ 2 എയിലുണ്ട് പക്ഷെ അത് ബിയിലും ഉണ്ട്, അപ്പോൾ നമുക്ക് 2 എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി 3 നോക്കാം, 3 എയിലുണ്ട് ബിയിലും ഉണ്ട്, അപ്പോൾ അത് എഴുതാൻ പറ്റില്ല. എയിൽ മാത്രം വേണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി നോക്കൂ നമുക്ക് 4 എഴുതാൻ പറ്റില്ല, കാരണം 4 എയിലില്ല. അപ്പോൾ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റ് ബിയിൽ വരിക. ഓക്കെ, അപ്പോൾ നോക്കൂ നമ്മുടെ എ കോംപ്ലിമെന്റ് ബിയിൽ 1 എന്നുള്ള ഒരൊറ്റ എലമെന്റ് ഉള്ള സെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ നമുക്ക് സെറ്റ്സിനെ ഫിഗർ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ചിത്രങ്ങൾ വരച്ചിട്ട് സെറ്റിനെ നമുക്ക് കാണിക്കാൻ പറ്റും. അതിന് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയാം. ഓക്കെ, വെൻ ഡയഗ്രാം. ഇനി നോക്കൂ നമ്മളെ സെറ്റ്സിന്റെ വെൻ ഡയഗ്രത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ നമ്മുടെ കയ്യിൽ ഒരു വലിയ സെറ്റ് ഉണ്ട്. നമ്മൾ ഈ വലിയ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റ് എന്നാ പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ പേര് കൊടുക്കാം. ഇതാണ് നമ്മുടെ യു എന്നുള്ള സെറ്റ്. ഓക്കെ, ഇതാണ് സെറ്റ് യൂണിവേഴ്സൽ സെറ്റ്. ഏറ്റവും വലിയ സെറ്റിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ്, അല്ലെങ്കിൽ ബേസിക് സെറ്റിനാണ് നമ്മൾ എന്ത് പറയാം, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഈ സെറ്റിൽ നിന്നാണ് ബാക്കി എല്ലാ സെറ്റുകളും ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ സെറ്റാണ് ഏറ്റവും വലിയ സെറ്റ്. ഇതിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. നമ്മൾ ഇതിനെ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കൂ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിന്റെ 2 സബ്സെറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എയും ബിയും. ഇതാണ് എ എന്നുള്ള സെറ്റ്, അതേപോലെ ഇതാണ് നമ്മുടെ ബി എന്നുള്ള സെറ്റ്. ഓക്കെ, ഇത് നോക്കൂ ഈ എൻ്റെയും ബിൻ്റെയും യൂണിയൻ നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലുള്ള മൊത്തം എലമെന്റ്സിനെ എടുക്കുക. അപ്പോൾ നോക്കൂ നമ്മൾ എ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ വരും, അതേപോലെ ബി എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും വരും. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത റീജിയനുള്ള മൊത്തം ഭാഗമാണ് എന്ത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇതേപോലെ അടുത്ത ഫിഗർ നോക്കൂ, ഇത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ അത് ഏതാണ്, എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എലമെന്റ്സ് എയിലും വേണം ബിയിലും വേണം, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ നോക്കൂ എയും ബിയും, എ ഇങ്ങനത്തെ ഒരു സെറ്റാണ്, ബി ഇങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതായിരിക്കും എന്ത്, എ ഇന്റർസെക്ഷൻ ബി വരുന്നത്. ഇനി നോക്കൂ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റ് എ ഏതാണ്, ഇതാണ് നമ്മുടെ സെറ്റ് എ. ബി എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് നമ്മുടെ സെറ്റ് ബി. ഇനി നോക്കൂ എയിലുള്ള എലമെന്റ്സ് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് എയിലുള്ള എലമെന്റ്സിനാണ് വേണ്ടത്, ബിനെ കംപ്ലീറ്റ് അതിൽ നിന്ന് ഒഴിവാക്കാം. നമ്മൾ ഈ ബിന്റെ ഭാഗങ്ങൾ ഞാനിവിടെ ഗ്രീനിൽ ഷെയ്ഡ് ചെയ്യാം. ഈ ബിന്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഈ ബിന്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ റെഡ് ഏരിയ ഇതായിരിക്കും എന്ത് വരിക, ഈ ഏരിയ ആയിരിക്കും എന്ത് വരിക, എ മൈനസ് ബി, അല്ലെങ്കിൽ നമ്മളതിനെ എ കോംപ്ലിമെന്റ് എന്ന് പറയാം, എ കോംപ്ലിമെന്റ് റിലേറ്റീവ് ടു ബി. ഓക്കെ, അപ്പൊ ഇതാണ് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് ബിയുടെ എന്ത് വരുന്നത്, വെൻ ഡയഗ്രാംസ് വരുന്നത്. ഓക്കെ, ദിസ് സെറ്റ് ദാറ്റ് ഹാസ് നോ എലമെന്റ്സ് ഈസ് കോൾഡ് ദ എംപ്റ്റി സെറ്റ്. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ എലമെന്റ്സ് ഇല്ല, അങ്ങനത്തെ സെറ്റിന് നമുക്ക് എന്ത് പറയാം, എംപ്റ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ ഫൈ. ഓക്കെ, അപ്പൊ നമ്മൾ എംപ്റ്റി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ നൊട്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഇതിനെ വായിക്കുക ഫൈ എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പൊ എംപ്റ്റി സെറ്റ് എന്നാണ് സിമ്പിൾ ആയിട്ട്, ആ സെറ്റിൽ എലമെന്റ്സ് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ എംപ്റ്റി സെറ്റ് എന്ന് പറയും. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് ഡെഫിനിഷൻ, 2 sets A and B are said to be disjoint. നമ്മുടെ കയ്യിൽ 2 സെറ്റ് എ ബി ഉണ്ട്, നമ്മൾ അതിനെ ഡിസ്ജോയിന്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദേ ഹാവ് നോ എലമെന്റ്സ് ഇൻ കോമൺ, 2 സെറ്റിലും പൊതുവായിട്ട് എലമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം. കോമൺ എലമെന്റ്സ് 2 സെറ്റിലും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. എ എന്നുള്ള സെറ്റ് ഏതാണ്, 1 2. ബി എന്നുള്ള സെറ്റ് ഏതാണ്, 4 5. ഓക്കെ, അപ്പൊ എ 1 2 ആണ്, ബി 4 5 ആണ്. നോക്കൂ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും എന്ന് പറയുമ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. 1 2 എയിലുണ്ട്, അത് ബിയിലില്ല. ബിയിൽ 4 5 ഉണ്ട്, അത് എയിലില്ല. എന്ന് പറയുമ്പോൾ എയും ബിയും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്താണ്, എലമെന്റ്സ് ഇല്ലാത്തൊരു സെറ്റാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എംപ്റ്റി സെറ്റ് എന്ന് എഴുതാം. അപ്പൊ നോക്കൂ എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി ആണെങ്കിൽ നമ്മൾ എനെ ബിനെ എന്ത് പറയും, ഡിസ്ജോയിന്റ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ എയും ബിയും എന്താണ്, ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡി മോർഗാൻസ് ലോസ് ഫോർ 3 സെറ്റ്സ്. ഡി മോർഗാൻസ് ലോ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തിയറം: ഇഫ് എ ബി സി ആർ സെറ്റ്സ്. നമ്മുടെ കയ്യിൽ 3 സെറ്റ്സ് ഉണ്ട്, എ ബി സി. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ മൈനസ് സി. ഓക്കെ, എ മൈനസ് ബി യൂണിയൻ സി എന്തിന് ഈക്വൽ ആയിരിക്കും? എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ മൈനസ് സിക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ അടുത്ത റിസൾട്ട് എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി എന്തിന് ഈക്വൽ ആയിരിക്കും? എ മൈനസ് ബി യൂണിയൻ എ മൈനസ് സി. ഓക്കെ, ഈ രണ്ട് റിസൾട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി മോർഗാൻസ് ലോ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നോക്കൂ, ഇവിടെ എ മൈനസ് ബി എന്നാണ് ഞാൻ ഇതിനെ വായിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? ബി കോംപ്ലിമെന്റ് റിലേറ്റീവ് ടു എ. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ദ കോംപ്ലിമെന്റ് ഓഫ് ബി റിലേറ്റീവ് ടു എ ആണ് എ മൈനസ് ബി എന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക.